ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരേജ് നിശ്ചയിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മാരേജിന് ഏത് ഡ്രസ്സ് ഇടണം, അതുപോലെ തന്നെ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, ഹണിമൂണിന് എവിടെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറമെ മറ്റു പല കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും സംസാരിച്ചിരിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായിട്ട് ഇനിയിപ്പോൾ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാരേജ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ മാരേജ് കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് നിർബന്ധമായിട്ടും സംസാരിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്സ് ആൻഡ് ഇന്റിമസി ഇഷ്യൂസ് ആണ്. അതായത് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ ഈ സെക്ഷൽ ഇന്റിമസി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പലരും അതിനെ കാണുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർ ഫാന്റസി ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർക്ക് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞൊരു കാര്യം, അതായത് സെക്സ് ആൻഡ് ഇന്റിമസി ഇഷ്യൂസ്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ സംസാരിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് ബിലീഫ്സ് ആണ്. അതായത് ഓരോ കുടുംബങ്ങളിലും വിശ്വാസത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ചിലർ വളരെയധികം ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലരെന്ന് പറയുമ്പോൾ അത്ര മാത്രമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ വിശ്വാസത്തിന്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള വിശ്വാസങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒട്ടുമിക്ക ആളുകളും പറയാത്ത കാര്യമാണ്. അതായത് ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആചാരങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കുക. കാരണം വരുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ അവർക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുണ്ടാവില്ല. ചിലപ്പോൾ അവർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒട്ടുമിക്ക ആളുകളും അത് ചെയ്യാറില്ല, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളുടെ സേവിങ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്, നിങ്ങളുടെ സാലറി കാര്യങ്ങളെല്ലാം. സാലറി പറയണം എന്നുള്ളത് നിർബന്ധമല്ല, എങ്കിലും പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അതിൽ ഇത്ര എമൗണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ദെൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടറീസ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു പേഴ്സണ് അവരുടെ ഫാമിലിയിലുള്ള ചില ആളുകളെ അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചില ആളുകളുടെ ക്യാരക്ടർ പറ്റുണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന നമുക്ക് അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല. അതായത് ആ ഫാമിലിയിലേക്ക് പുതുതായിട്ട് പോകുന്ന നമുക്ക് ചിലപ്പോൾ ആളുകളുടെ ക്യാരക്ടേഴ്സ് അറിയുണ്ടാവില്ല എന്നുള്ളതാണ്. സോ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന ആളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അറ്റ് സെയിം ടൈം നമ്മൾ നമ്മുടെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതായത് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള ആളുകളാണുള്ളത്, അതേപോലെ തന്നെ ഇവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിന് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവരെയും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ്, ആരടുത്തൊക്കെയാണ് ബൗണ്ടറീസ് വെക്കേണ്ടത്, ഇങ്ങനെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇവാലുവേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മെഡിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാരേജിന് മുന്നേ തന്നെ അത്തരത്തിലൊരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. രണ്ടുപേരും ചെയ്യുന്നത് നല്ലതാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. ചില ആളുകളുണ്ട് അങ്ങനെ പറയാത്ത ആളുകളുണ്ട്. അതായത് അവർക്ക് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് ബോധേഡാവാതെ നോക്കാതെ മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് അത് പറയാതിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഹെൽത്ത് പരമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയണം. പറയാൻ മാത്രമല്ല നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ പിന്നെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം. അങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പിന്നീടുള്ള ലൈഫിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിലവിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ മാത്രമല്ല
അത് മാറ്റാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടുപേരും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, അപ്പം മാരേജ് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആളുകളാവുമ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫ് മുഴുവൻ അവരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഒരു ഇതിൽ പറയുന്നത് നമ്മുടെ മരണം വരെ ആ വ്യക്തിയായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ പിന്നീട് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം ഇവരെന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്ക് ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ മാത്രം മതി ആ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുക ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കോ എന്ന് ചിന്തിച്ചിട്ട് പറയാതിരിക്കരുത്. നമ്മൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടത് തന്നെയാണ്. അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്